ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്ഫോം എന്താണെന്നുള്ളതും അതുപോലെ തന്നെ അതിലുള്ള കുറച്ച് പ്രോപ്പർട്ടീസുമാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു സ്കെയിലിംഗ് എന്ന് പറയുന്നത് അല്ലേ, അതുപോലെയുള്ള കുറച്ച് പ്രോപ്പർട്ടീസാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇമേജസ് ആദ്യം സെലക്ട് ചെയ്യാം. നമുക്ക് ഇമേജിന് സെപ്പറേറ്റ് ട്രാൻസ്ഫോമിംഗ് ആണ് വരുന്നത്. അതുപോലെ തന്നെ അത് ഓഡിയോ ആണെങ്കിൽ, വീഡിയോ ആണെങ്കിൽ, ഷേപ്പ് ആണെങ്കിൽ എല്ലാത്തിനും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ട്രാൻസ്ഫോമുകളാണ് വരുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞുതരാം. ഞാനിപ്പോൾ നിലവിൽ ആദ്യത്തെ ഇമേജ് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ ചെറിയൊരു ആരോ പോലെ നിങ്ങൾ കണ്ടോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇതിൽ വരുന്ന എല്ലാ ട്രാൻസ്ഫോമുകളും നമുക്കിവിടെ കാണാൻ പറ്റും. ആദ്യത്തെ ട്രാൻസ്ഫോം എന്താണ്? ആങ്കർ പോയിൻ്റ് എന്നുള്ളതാണ്. എന്താണ് ആങ്കർ പോയിൻ്റ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആങ്കർ പോയിൻ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ആങ്കർ പോയിൻറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഈ ഒരു ഇമേജ് എന്ന് പറയുന്നതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക? ഇവിടെ നിങ്ങൾ 2000 എന്നൊക്കെ എഴുതിയിട്ടുള്ള നമ്പർ കണ്ടോ, നിങ്ങൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആവുന്നത് കാണാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ലെഫ്റ്റിലേക്ക് നീക്കുന്നതിനനുസരിച്ച് ആങ്കർ പോയിൻ്റ് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്ക് നീക്കുന്നതിനനുസരിച്ച് ആങ്കർ പോയിൻ്റ് റൈറ്റിലേക്കും മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ ആക്കണമെങ്കിലോ നെക്സ്റ്റിലേക്ക് വന്നിട്ട് അപ്പ് ആൻഡ് ഡൗണും ഇങ്ങനെ ആങ്കർ പോയിൻ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഇത് കാണുമ്പം എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്നറിയില്ല, എങ്കിലും നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, പിന്നെ രണ്ടാമതായിട്ട് വരുന്നതാണ് പൊസിഷൻ എന്നുള്ളത്. പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൊസിഷൻ ടോട്ടലി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനായിട്ട് പൊസിഷൻ സെലക്ട് ചെയ്യുക. ജസ്റ്റ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുക, അത് ഇപ്പം വർക്ക് ചെയ്യുന്നത് എന്താണെന്നറിയാം. ഇപ്പം ആങ്കർ പോയിൻ്റ് അല്ല കേട്ടോ മാറുന്നത്, ഇപ്പോൾ ഇമേജാണ് മാറുന്നത്. നേരത്തെ നമ്മൾ ആങ്കർ പോയിൻ്റ് ആയിരുന്നു ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ഇമേജാണ്. എന്താണ് ആങ്കർ പോയിൻ്റ് എന്നുള്ളത് വിശദമായിട്ട് നമ്മൾ ടൂൾസിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പൊസിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെയിം നേരത്തെ കണ്ടതുപോലെ ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്ന മൂന്നാമത്തെ ഓപ്ഷൻ സ്കെയിൽ എന്നുള്ളതാണ്. സ്കെയിൽ എന്ന് പറയുന്നതിന് ഇവിടെ 2% നിങ്ങൾക്ക് കാണാൻ പറ്റും. 73.0 എന്നും അതുപോലെ രണ്ടാമതും 73.0 എന്നും കാണാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹൈറ്റും അതുപോലെ ലെങ്ത്തുമാണ്. ഓക്കെ, നമ്മളിപ്പം ഒന്നിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ നീക്കി കഴിഞ്ഞാൽ ടോട്ടൽ സ്കെയിലപ്പ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇതിൻ്റെ 4 ഭാഗവും ഒരുപോലെ വലുതാവും. അതാണ് ഈ ഒരു സ്കെയിലിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ആങ്കർ പോയിൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ വലുതാവുന്നതും ചെറുതാവുന്നതും. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആങ്കർ പോയിൻറ്റിന് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി നമുക്ക് ഈ ഒരു ലെങ്ത്ത് മാത്രം അല്ലെങ്കിൽ ഹൈറ്റ് മാത്രം നമുക്ക് എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക, വലിപ്പം കൂട്ടണം എന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സൈഡിലായിട്ടൊരു ലിങ്ക് ബട്ടൺ നിങ്ങൾ കണ്ടോ, ലിങ്ക് ചെയ്ത ബട്ടൺ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഓഫ് ആവും. ഇനി നിങ്ങൾക്ക് ഹൈറ്റ് മാത്രം വേണമെങ്കിൽ ഹൈറ്റ് മാത്രം ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ലെങ്ത്ത് മാത്രം നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ലെങ്ത്ത് മാത്രം ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഹൈറ്റാണ് ചേഞ്ച് ചെയ്യുന്നത്, ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി രണ്ടും ഒരുപോലെ നിങ്ങൾക്ക് സ്കെയിൽ ആവണമെന്നുണ്ടെങ്കിൽ, ഹൈറ്റും അതുപോലെ അതിൻ്റെ ലെങ്ത്തും ഒക്കെ ഒരുപോലെ നിങ്ങൾക്ക് സ്കെയിൽ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലിങ്ക് ഓൺ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ എവിടെ ക്ലിക്ക് ചെയ്ത് എന്ത് ഒരേ രൂപത്തിൽ ആ ആങ്കർ പോയിൻ്റ് എവിടെയാണുള്ളത് അവിടുന്ന് സ്കെയിലപ്പ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡാണ് സ്കെയിലിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തതായിട്ട് വരുന്ന ട്രാൻസ്ഫോമാണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ആംഗിൾ വൈസ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ സൈഡിലായിട്ട് നമുക്ക് ആംഗിൾ കാണാൻ പറ്റും, എത്ര ഡിഗ്രിയാണെന്നുള്ളത്. അത് വെച്ചുകൊണ്ട് നമുക്ക് 90 ഡിഗ്രി വേണം, 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം. ഇതൊക്കെ റൊട്ടേറ്റ് ആവുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതൊക്കെ ഇവിടെ ഉള്ള ഈ ഒരു ആങ്കർ പോയിൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് റൊട്ടേറ്റ് ആവുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൊട്ടേഷൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റൊട്ടേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഉള്ളത് ഒപ്പാസിറ്റിയാണ്. എന്താണ് ഒപ്പാസിറ്റി? നമുക്കറിയാം, ഒരു ഒപ്പാസിറ്റി എന്ന് പറയുന്നത് പിന്നിലൊരു ഇമേജ് ഉണ്ടെങ്കിൽ അതിലേക്ക് ബ്ലെൻഡ് ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് മാറ്റാൻ പറ്റും. അതായത് ഇതിൻ്റെ പിന്നിൽ മറ്റൊരു ഇമേജ് ഉണ്ടെങ്കിൽ അതിലേക്ക് ബ്ലെൻഡ് ആവുന്ന രീതിയിൽ അതിൻ്റെ ട്രാൻസ്പെറൻസി കുറയ്ക്കുക എന്ന് പറയും. അതായത് ഇതിനൊരു മങ്ങിയ രൂപത്തിൽ കാണിക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ഈ ഒരു ഒപ്പാസിറ്റി യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ 100% ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഇതൊന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് മങ്ങുന്ന രീതിയിൽ മാറുന്നത്. അതായത് പിന്നിലുള്ള ഇമേജിലേക്ക് അത് ചേർന്ന് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ഒപ്പാസിറ്റി നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒപ്പാസിറ്റി കുറച്ചിട്ട് നിങ്ങൾക്ക് താഴെയുള്ള ഇമേജുമായിട്ട് ബ്ലെൻഡ് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ട്രാൻസ്ഫോമിൽ നമുക്ക് ഇമേജസിൻ്റെ കാര്യത്തിൽ വരുന്നത്. ഇതിപ്പോൾ വീഡിയോൻ്റെ ട്രാൻസ്ഫോമാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ഓഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ തരത്തിലുള്ള പ്രോപ്പർട്ടികൾ വരുന്നതായിരിക്കും. ഓക്കെ,
അതുപോലെ തന്നെ ട്രാൻസ്ഫോം നമ്മളിപ്പോൾ ഇത്രയും ചെയ്തതിനെ നമുക്ക് റീസെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പഴയ രൂപത്തിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പഴയ രൂപത്തിൽ തന്നെ നേരത്തെ എവിടെയാണോ ആ ഒരു ആങ്കർ പോയിന്റ് ഉണ്ടായിരുന്നത് അവിടേക്ക് തന്നെ വന്ന് പഴയ രൂപത്തിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഷേപ്സിൽ നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്ഫോം പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.